Hi friends, once again welcome back to Beauty Tips. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ഫേഷ്യലുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കിടയിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ്, ആക്നെ എന്നതുകൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് കഴിയും. അധികം ചിലവൊന്നും ഇല്ലാത്ത ഒരു നാച്ചുറൽ ഫേഷ്യലാണ്. അപ്പോൾ നമ്മുടെ ഫേഷ്യലിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, നിങ്ങളിപ്പോൾ ഏത് സ്കിൻ ടൈപ്പിലുള്ള ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഫേഷ്യൽ വീഡിയോസ് അല്ലെങ്കിൽ അതർ ബ്യൂട്ടി ടിപ്സും പിന്നെ ഡിസൈനിങ് കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ് ഡിസൈനിങ് കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മുഖം നന്നായിട്ട് വെള്ളത്തിൽ വൈപ്പ് ഔട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, എല്ലാ ഫേഷ്യലിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസറാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ക്ലെൻസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതായത് കോഫി തന്നെയാണ് ഇവിടെ ഞാൻ ക്ലെൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പാലാണ്, ചൂടാക്കാത്ത പാലാണ്. നോർമൽ നമ്മൾ വാങ്ങുന്ന ആ ഒരു പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പാല് ഫേഷ്യലിന് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച ശേഷം എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ റിസൾട്ട് തരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 1 സ്പൂൺ മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. കൺപോളകളിൽ നമ്മുടെ ക്ലെൻസർ അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഫേസിൽ മാത്രമാണ്, നെക്കിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലൂടെ ചെയ്യാം. ഇനി നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്യാം. ഞാൻ ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സ്ക്രബിങ് ആണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് എനിക്ക് മെയിനായിട്ട് 3 സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കോഫി പൗഡർ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ ജസ്റ്റ് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ സ്ക്രബിൽ യൂസ് ചെയ്യേണ്ടത് കേടാണ് അല്ലെങ്കിൽ തൈരാണ്. അപ്പോൾ ഇത് 3ആണ് നമ്മുടെ സ്ക്രബിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിൽ തന്നെ നമുക്ക് സ്ക്രബ് കൂടി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ എടുത്തതിൻ്റെ പകുതി, അതായത് നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ കോഫി പൗഡർ ആയിരുന്നു എടുത്തിരുന്നത്. ഇവിടെ നമുക്ക് 1/4 ടീസ്പൂൺ കോഫി പൗഡർ മാത്രം എടുത്താൽ മതിയാവും. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അവിലിട്ട് കൊടുക്കാം. അവിൽ വളരെ നല്ലൊരു സ്ക്രബാണ്. മാത്രമല്ല സ്കിൻ വൈറ്റനിങ്ങിനും നല്ല ഒരു പാക്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു അവിൽ. ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് 1 സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു മിക്സ് ആണ് അപ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് 2 കൈ കൊണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു സ്ക്രബിങ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ല 2 സ്റ്റെപ്പ് ചെയ്യുന്ന ഗുണങ്ങളാണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിൽ നമുക്ക് മസാജിങ് ക്രീമായിട്ട് കൂടിയാണ് ഇപ്പോൾ നമുക്ക് റിസൾട്ട് തരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് സ്ക്രബിങ്ങും മസാജിങ്ങും ഒരുപോലെ തന്നെ കിട്ടുന്നതാണ്. വളരെ കുറച്ച് നേരം ചെയ്താൽ മതിയാവും. ഞാനൊരു 2 മുതൽ 3 മിനിറ്റ് വരെയാണ് സാധാരണ ചെയ്യാറ്. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം.
സാധാരണ രീതിയിൽ ക്ലെൻസിങ്ങും അതുപോലെ സ്ക്രബിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് മസാജിങ് ആണ്. പക്ഷെ നമ്മുടെ ഈ സ്ക്രബിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് മസാജിങ്ങിൻ്റെ ആ ഒരു ഗുണം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാക്കാണ്. ഇപ്പോൾ ഫേസ് പാക്കിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിനായിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് കടലമാവാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിൽ തന്നെ കുറച്ച് കടലമാവ് എടുക്കാം. 1 ടീസ്പൂൺ കടലമാവാണ് ഇവിടെ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കോഫി പൗഡർ ഞാനിവിടെ 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. പാക്കാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കോഫി പൗഡർ ആഡ് ചെയ്യേണ്ടി വരും. കടലമാവും കോഫി പൗഡറും നമ്മൾ 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലാണ് നിങ്ങൾ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 1-2 സ്പൂൺ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചാലും മതിയാവും. അപ്പം ഞാൻ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കണ്ണിൽ അപ്ലൈ ചെയ്യാറില്ല അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ സാധാരണ നമ്മൾ ഇത്രയും പോർഷൻസ് മാത്രമാണ് ഒഴിവാക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ, അതായത് ഈ ഒരു ഐബ്രോസിൻ്റെ തൊട്ട് മുകളിലുള്ള പോർഷൻ തൊട്ട് ഞാൻ ഈ കണ്ണിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ചീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് മാറ്റി നിർത്തിയതിന് ശേഷമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഞാൻ പാക്ക് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, 4മതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ. നമ്മൾ ഫേസ് പാക്ക് സാധാരണഗതിയിൽ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴുകിക്കളയുന്നതോടെ നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ കണ്ണിന് കൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ണിന് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഐ ഏരിയയ്ക്ക് കൂടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഫേഷ്യലിൽ നമുക്ക് കോഫി പൗഡർ കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് നല്ലൊരു കൂൾനെസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു ഐ പാക്ക് കൂടിയാണ് ഞാൻ 4മത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഏരിയ നിങ്ങൾ ഒഴിവാക്കിയ ശേഷം, അതായത് ഐബ്രോസിന് ജസ്റ്റ് മുകളിലുള്ള ആ ഒരു പോർഷൻ വരെ നമുക്ക് ഒഴിവാക്കിയ ശേഷം പാക്ക് അപ്ലൈ ചെയ്യാം. എപ്പോഴാണോ ഇത് നന്നായിട്ട് ഉണങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴുകി കളയാം. അതിനുശേഷം നമുക്ക് 4മത്തെ ഐ പാക്ക് കൂടി അപ്ലൈ ചെയ്യാം. നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് റിമൂവ് ചെയ്തിട്ട് ഐ പാക്ക് പ്രിപ്പയർ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഐ പാക്ക് കൂടി പ്രിപ്പയർ ചെയ്യാം. പാക്കിനായിട്ട് ഫസ്റ്റ് നമുക്ക് കോഫി പൗഡർ തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഈ നമ്മൾ എടുക്കുന്ന കോഫി പൗഡർ ചെറുതായിട്ട് തരിയുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് തീരെ പൊടി ഇല്ലാത്ത ആ ഒരു ഫൈൻ ആയിട്ടുള്ളൊരു പൗഡറുടെ ഫോമിലായിരിക്കും നമുക്ക് കോഫി പൗഡർ വേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ മതിയാവും. ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് തേനാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ തേനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അലോവേര ജെല്ലാണ്. ഇവിടെ 1 സ്പൂൺ അലോവേര എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യാം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഐ ഏരിയയിൽ ഇതൊന്ന് ജസ്റ്റ് തൊട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഐബ്രോസിന് മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഐബ്രോസിലൂടെയും അതുപോലെ തന്നെ കൺപോളയിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. കാര്യം യാതൊരു സൈഡ് എഫക്ട്സും നമുക്കിതുകൊണ്ട് ഉണ്ടാകാനായിട്ടില്ല. മാത്രമല്ല നല്ലത് മാത്രമേ ഉള്ളൂ. ഞാനിത് കണ്ണുകളിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് അതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈലിലും ഒക്കെ നോക്കുന്നവർക്ക് തലവേദന, അതുപോലെ കണ്ണിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു പാക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഫി ഫേഷ്യൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അത് എൻ്റെ ഫേസ് എന്തുമാത്രം ഗ്ലോ ആയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യൽ കൂടിയാണ്. അതുപോലെ തന്നെ ആക്നെ, പിമ്പിൾസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ നമുക്ക് മാറിക്കിട്ടും. അങ്ങനെയുള്ളവർ ഇതൊരു ആഴ്ചയിൽ 1 തവണയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.